കുറച്ച് വെയിറ്റ് ചെയ്തെങ്കിലും വൈപ്പർ കിട്ടി. അതായത് ഈ ബ്ലേഡിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഇത് പൊട്ടി. നല്ല ഭംഗിയുള്ളൊരു ബ്ലേഡായിരുന്നു, പക്ഷെ അത് പൊട്ടി. പുതിയ ബ്ലേഡ് വേണ്ട തടാ. ബോഷിൻ്റെ ക്ലിയർ അഡ്വാൻറ്റേജ്. അത് ഫോർഡ് ഫിഗോ ആസ്പെയർ എന്ന് പറഞ്ഞ സെർച്ചേ കിട്ടില്ല. ബോഷ് ക്ലിയർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സൈസ് കൊടുത്ത് കിട്ടണം. അതായത് സൈസ് കൊടുത്ത് സെർച്ച് ചെയ്യണം. ഇത് 16 ഇഞ്ച്. അതായത് 16 ഇഞ്ച് നമുക്ക് പാസഞ്ചർ സൈഡിലും 22 ഇഞ്ച് നമുക്ക് ഡ്രൈവർ സൈഡിലും ഇടാം. ഡബിൾ ലോക്കിങ് കണക്ടറൊക്കെ ഉണ്ട്. സാധാ വൈപ്പർ തന്നെ ആയിരിക്കും, വേറെ ഒന്നുമില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ബോഷിൻ്റെ ആ ഒരു ലോഗോയൊക്കെ ആയിട്ട്. ഇത് ഊരുന്ന എങ്ങനെയാണെന്നുള്ളത് ഇത് കാണിക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് താഴ്ത്തിയാക്കിയിട്ട് എടുത്താൽ നീണ്ടു പോരും. ചെറുതായിട്ടൊന്ന് കിടന്ന് കറങ്ങിയെങ്കിലും വലിയ പ്രശ്നമില്ല. നമുക്ക് വയ്ക്കാം. ഇടുന്നതും വളരെ സിമ്പിളാട്ടോ. അതായത് ഇത് ബോഷിന് എഴുതിയിരുന്നത് ബോഷിൻ്റെ ഒറിജിനലാണ്. അപ്പോൾ ഇതിനെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട്, അതായത് ഈ ഒരു ക്ലിപ്പിനകത്തേക്ക് ഇത് ഇടണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ ഈ ക്ലിപ്പ് അകത്ത് ഇട്ടിട്ട് വെച്ച് തള്ളി കഴിഞ്ഞിട്ട് നമുക്കിത് വലിച്ച് കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്യാം. കേട്ടോ, സിമ്പിൾ. അതെന്തിനാ ഇത് കഴിഞ്ഞില്ലേ? കേട്ടോ, ഇത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ, പഴയ വൈപ്പറായിരുന്നു. രണ്ടാമത്തെ ഈ ക്ലിപ്പ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞിട്ട് ഇതിങ്ങോട്ട് താഴ്ത്തിയാൽ വൈപ്പറും പോരും. കേട്ടോ, ഇത്ര സിമ്പിളാണ്. അപ്പോൾ ആ വൈപ്പർ പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടി. അത് കുറച്ച് കാലമായത് ഊരിട്ടതായിരുന്നു. ഇനി ഇവിടെ നമുക്കതിൻ്റെ ഈ ഒരു കവർ ഊരണം. എനിക്ക് ബോഷിൻ്റെ ഒരു കവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എലഗൻ്റാണ് ഈ കവർ. എലഗൻ്റ് തന്നെ പറയാൻ പറ്റുള്ളൂ, കാരണം നല്ല ഒരു പ്രീമിയം ഫീലുണ്ട്. ചിലപ്പോൾ നമുക്ക് സ്റ്റക്കാവില്ലേ, അത് ഊരാൻ കിട്ടില്ല. ഇനി ഇത് നേരത്തെ പോലെ തന്നെ ലോക്ക് തുറന്നു. നമ്മളത് ഇതിനകത്തേക്ക് വെച്ച് ഈസിയാണ്. ഒന്ന് സ്റ്റഡിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് തള്ളിയും കയറ്റാൽ മതി. ഒത്തിരി ക്ഷമ വേണം പറഞ്ഞാലേ എളുപ്പപ്പണി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചില സമയത്തൊക്കെ, അറിയാലോ. അപ്പോൾ ഓൾഡ് യെസ് ന്യൂ കണ്ടാ. ഇനി വെച്ചോട്ടെ. അത്യാവശ്യം നല്ല ചളിയുണ്ട് വണ്ടിക്കകത്ത്, പക്ഷെ അത് കാര്യമില്ല, കാണാൻ ഭംഗി പറയില്ലേ. പഴയ ഒരു വൈപ്പർ എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ സൈസ് കണ്ടോ, ഫോർഡ് ഫിഗോ ആസ്പെയറിൻ്റെ വൈപ്പേഴ്സ് 16 ഇഞ്ചും 22 ഇഞ്ചും. അപ്പോൾ വൈപ്പർ മാറി. ഗ്ലാസ് വാഷ് ചെയ്യട്ടെ. മാറാതെ പുതിയ വൈപ്പർ വെച്ച് ഗ്ലാസ് വാഷ് ചെയ്യണ്ടേ? ഇനി ഒന്ന് കയറിക്കോ. സ്റ്റാർട്ട് ചെയ്യണ്ട. ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വാഷ് ചെയ്യാം. ആസ്പെയറിൻ്റെ ഗ്ലാസ് വാഷ് ചെയ്യാൻ സുഖം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പ്രശ്നം മതി. അടിപൊളി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അതുപോലെ വീഡിയോ ഇവിടെ തരുന്നത് അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലേക്ക് കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യണം, അറിയാലോ. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അവർക്ക് നന്ദി, നമസ്കാരം.